ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ SIRമായി ബന്ധപ്പെട്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ പയ്യന്നൂരിൽ ഒരു BLO ജീവനൊടുക്കി. ജോലി സമ്മർദ്ദമാണ് കാരണം എന്ന് പറയുന്നു. മരിച്ചത് പയ്യന്നൂർ ആലപ്പടമ്പ പഞ്ചായത്തിലെ 18-ാം ബൂത്ത് BLO അനീഷ് ജോർജ്, 44 വയസ്സുകാരനാണ്. അദ്ദേഹമാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. കുന്നരു UP സ്കൂളിലെ പിയൂണായിരുന്നു. ഈ വോട്ടർ പട്ടിക പരിശോധനയിലെ അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിലെ ജോലി സമ്മർദ്ദമാണ് കാരണമെന്ന് പറയപ്പെടുന്നു, അങ്ങനെ സംശയിക്കുന്നു. അതാണ് എന്ന് വ്യക്തത ഇല്ല. പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള സമ്മർദ്ദം, ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഈ 1149 SIR ഫോമുകളാണ് അദ്ദേഹം പൂരിപ്പിച്ച് വാങ്ങേണ്ടിയിരുന്നത്. അത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നു. ഇതിനകത്ത് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുമായി ബന്ധപ്പെട്ട് വേണം വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ പറയുന്ന കാര്യങ്ങളും കൂടി ബൂത്ത് ലെവൽ ഓഫീസർ കേൾക്കണം, അത് പരിശോധിക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ചില സ്ഥലത്ത് മരിച്ചുപോയ വോട്ടർമാരെ കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഒക്കെ ഈ പറഞ്ഞതുപോലെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുടെ സഹായം, അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻറ്റുമാരാണ്, ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുടെ സഹായം വേണ്ടിവരും. ഇവിടെ ഇദ്ദേഹത്തിന് ഈ ഇന്നലെ ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് വലിയ തോതിൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഏജൻറ്റുമാരോട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. ഇത് കോൺഗ്രസ് അനുഭാവികളായ BLAമാരെ ഒപ്പം കൂട്ടാൻ CPM അനുവദിച്ചിരുന്നില്ല, ഈ വ്യക്തിയെ അനുവദിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ അനീഷ് അതുകൊണ്ട് തന്നെ ജോലി ഭാരം വളരെ കൂടുതലായിരുന്നു അനീഷിന്. ഇന്നലെ ആയിരുന്നു അത് സമർപ്പിക്കേണ്ട. ഇത് ബൂത്ത് ഈ പറയുന്നത് പോലെ ഈ SIRൻ്റെ ഫോം കൊടുത്ത് 1149 പേർക്കും ഈ ഫോം കൊടുക്കേണ്ട അവസാന ദിനമായിരുന്നു. അത് കഴിഞ്ഞില്ല. അത് അനീഷിന് അതിൻ്റെ ഒരു വലിയ സമ്മർദ്ദം അനീഷ് നേരിട്ടിരുന്നു ഈ ഫോം പൂരിപ്പിച്ച് വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വിവിധ തർക്കങ്ങളുണ്ടായിരുന്നു. ഒരു ബൂത്ത് ലെവൽ ഓഫീസർക്ക് പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ആ തർക്കങ്ങൾ വളർന്നിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇദ്ദേഹം ഈ ജോലി സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ജോലി കൂടുതൽ കൊണ്ടല്ല, മറിച്ച് തൻ്റെ ജോലി സത്യസന്ധമായി സുതാര്യമായി ചെയ്യാൻ അദ്ദേഹത്തെ ആരൊക്കെയോ ചേർന്ന് സമ്മതിച്ചിരുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U ഖേൽക്കറും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാനും ജില്ലാ കളക്ടറോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കാരണം ഒരു ബൂത്ത് ലെവൽ ഓഫീസർ ഏതാണ്ട് 1149 പേരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അത് അത്ര വലിയൊരു കടുത്ത ജോലി സമ്മർദ്ദം നേരിടുന്ന ഒരു പ്രവൃത്തി ആയിട്ട് കരുതുന്നില്ല ആരും. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് തൻ്റെ ജോലി സമാധാനപരമായിട്ട് നിർവഹിക്കാൻ ആരൊക്കെയോ അദ്ദേഹത്തിനെ അനുവദിച്ചില്ല, തടസ്സപ്പെടുത്തി എന്നൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് ശരിയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുമായിട്ട് സഹകരിക്കാൻ അദ്ദേഹത്തെ സമ്മതിച്ചിരുന്നില്ല CPMകാർ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ആയി പ്രവർത്തിക്കുന്ന അവരുടെ പിന്നിലുള്ള യൂണിയൻ ഇന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർ തൊഴിൽ ബഹിഷ്കരിച്ച് സമരത്തിലേർപ്പെടും എന്നാണ് പറയുന്നത്. അവർ സത്യത്തിൽ ഈ
ഇത്തരത്തിൽ സമരം ചെയ്യുന്നതിന് മുമ്പ് അവർ അന്വേഷിക്കേണ്ടത് ആരാണ് അനീഷിനെ തടസ്സപ്പെടുത്തിയത്, അനീഷിനെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സമ്മതിക്കാതിരുന്നത് ആരാണ് എന്ന് അന്വേഷിക്കേണ്ടതാണ്. അതവർ അന്വേഷിക്കുന്നില്ല. പകരം ഇന്ന് ജോലി ബഹിഷ്കരിച്ച് സമരം ചെയ്യാനാണ്, പ്രതിഷേധിക്കാനാണ് BLOമാരുടെ തീരുമാനം. അതവർക്ക് അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്കത് ചെയ്യാം. പക്ഷേ ജോലി സമ്മർദ്ദം കൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നതിനോട് ഇലക്ഷൻ കമ്മീഷൻ അത് യോജിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പത്രസമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ 35,000 BLOമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് SIR ജോലിക്കായിട്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജോലി കൂടി അവർക്ക് നിർവഹിക്കേണ്ടി വരുന്നുണ്ട്, അതൊരു സത്യമാണ്. അപ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ SIRുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ചേർന്ന് വരുമ്പോൾ അവർക്ക് ജോലി കൂടുതലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് കുറഞ്ഞ സമയത്തിനകത്ത് ടാർഗറ്റ് പൂർത്തിയാക്കി ഫോമെല്ലാം ഫില്ല് ചെയ്ത് വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് BLOമാരുടെ ഉത്തരവാദിത്വം. പക്ഷേ അത് സമയത്തിന് അവർക്ക് നിർവഹിക്കാൻ കഴിയില്ല. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് ഈ കുറഞ്ഞ സമയമാണിത്, അത് പോരാ എന്നൊരു വാദം ഉയർന്നിട്ടുണ്ട്. സമയം കൂട്ടി നൽകാൻ കഴിയുന്നതേ ഉള്ളൂ. അതിനൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായേക്കും എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വിവരങ്ങൾ അതിനെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇതിപ്പോൾ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് ഇതിനെതിരെ ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ജീവനക്കാരും അധ്യാപകരും അവരുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്ന സംഘടനാ സംവിധാനവും അവരൊരു സമരസമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും നടത്തുമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് ഉയരുന്ന ചോദ്യം, ഈ പറഞ്ഞതുപോലെ ജോലി സമ്മർദ്ദമാണോ ഇദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്, അതോ അതിന് പുറത്ത് ബാഹ്യമായ മറ്റെന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ? ഈ പറഞ്ഞതുപോലെ സത്യസന്ധമായി സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത രീതി നമുക്കറിയാം. ഈ കണ്ണൂരെന്ന് പറയുന്ന ജില്ല ഒരു RDOയ്ക്ക് പോലും അവിടെ രക്ഷയുണ്ടായില്ല. അദ്ദേഹം പോലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അത് ആത്മഹത്യയാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള മരണമാണോ എന്നൊക്കെയുള്ളത് വലിയ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയി. പക്ഷേ CBI അന്വേഷണത്തിന് അനുമതി കിട്ടിയില്ല. മാത്രമല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം വളരെ ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. നിരവധി തവണ ഇതേക്കുറിച്ച് മാധ്യമങ്ങളടക്കമുള്ളവർ ചർച്ച ചെയ്തതാണ്. CPM സഹയാത്രികൻ കൂടിയായ RDO നവീൻ ബാബുവിനാണ് ദാരുണമായ രീതിയിൽ ഒരു അന്ത്യം സംഭവിച്ചത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് ഒരു BLO ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ആത്മഹത്യയുടെ പുറകിലെ കാരണം കണ്ടെത്തേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുവേണ്ടി ശക്തമായ നടപടി സ്വീകരിക്കണം. വെറുമൊരു അന്വേഷണ പ്രഹസനമല്ല ആവശ്യം. ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണ് എന്നറിയാനുള്ള അവകാശം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്, വോട്ടർമാർക്കുണ്ട്. കാരണം ഒരു BLO ജോലി സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നുവെങ്കിൽ അത് ഒരു കടുത്ത അനീതി തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ ബാഹ്യ കാരണങ്ങൾ അതിനുണ്ട്. അദ്ദേഹത്തിന് കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന് വീടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു എന്നാണ് പൊതുവെ കിട്ടുന്ന വിവരം. മാധ്യമങ്ങളൊന്നും തന്നെ അത്തരത്തിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഈ കുടുംബ പശ്ചാത്തലം മുഖേനയുള്ള സമ്മർദ്ദം, സുഹൃത്തുക്കളിൽ നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അഭിമുഖീകരിച്ചിരുന്നതായിട്ട് ആരും തന്നെ പറയുന്നില്ല. മറിച്ച് മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ BLAമാരെ കൂടെ കൂട്ടാൻ CPMകാർ അനുവദിച്ചില്ല. അത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കി. അദ്ദേഹത്തിന് ജോലിഭാരം കൂടാനുണ്ടായ ഒരു കാരണം അതാണ്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച കോൺഗ്രസ്സുകാരായിട്ടുള്ളവരുടെ കാര്യങ്ങൾ അറിയുന്നതിന് ഈ പറഞ്ഞ കോൺഗ്രസ് ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്ക് പെട്ടെന്ന് അതിലേക്ക് അദ്ദേഹത്തെ നയിക്കാൻ കഴിയും, സഹായിക്കാൻ കഴിയും. അതൊക്കെ തടസ്സപ്പെടുത്തി. അതുമൂലം അദ്ദേഹത്തിന് വലിയ രീതിയിൽ ജോലിഭാരം വർദ്ധിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ സമരസമിതി സത്യത്തിൽ സമരം ചെയ്യേണ്ടത് BLOമാർക്ക് സ്വതന്ത്രമായി സത്യസന്ധമായി തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം.
അതിന് പകരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിട്ടൂരം വാങ്ങിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ ജോലി ചെയ്യാനുള്ള അവരുടെ അധികാര ചാട്ടയ്ക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം അല്ല വേണ്ടത്. മറിച്ച് സ്വതന്ത്രമായി നീതിയുക്തമായി നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി വോട്ടർ പട്ടിക സംശുദ്ധമായി പരിഷ്കരിക്കണം. നമുക്കറിയാം, ഈ കണ്ണൂർ എന്ന് പറയുന്ന ജില്ല വലിയ രീതിയിൽ കള്ളവോട്ട് നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ്. വളരെ പണ്ടും എത്രയോ കാലമായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്, മരിച്ചുപോയ പലരും വന്ന് വോട്ട് ചെയ്തിട്ട് പോവുക. കണ്ണൂരിൽ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കും, അവർ മരിച്ചുപോയവരായിരിക്കും. പക്ഷേ അത് അവർ വന്ന് വോട്ട് ചെയ്യും. ആ സമയത്ത് അത് ചലഞ്ച് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അവിടെ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന് ധൈര്യപ്പെടില്ല എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ പലരും സോഷ്യൽ മീഡിയയിലേക്ക് വലിയ ട്രോളുകൾ വരുന്നുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരിക്കൽ ഒരു വിരമിച്ച അധ്യാപിക പറഞ്ഞതാണ്, അവരുടെ ഭർത്താവ് മരിച്ചുപോയി, പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും അദ്ദേഹം വന്ന് കൃത്യമായിട്ട് വോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ വളരെ വിഷമത്തോടെ പറഞ്ഞതാണത്രേ, ഒരു തവണ എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോയിരുന്നെങ്കിൽ. ഇങ്ങനെ മരിച്ചതിന് ശേഷം അദ്ദേഹം നിരവധി തവണ വന്ന് വോട്ട് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നയാൾ ഒരു തവണ എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോയിരുന്നെങ്കിൽ ഒരല്പം സന്തോഷമുണ്ടായേനെ എന്ന് അവർ പറഞ്ഞതായിട്ട്. ഒരു പക്ഷേ ഇതൊരു ആക്ഷേപ ട്രോളായിരിക്കാം. എങ്കിൽ തന്നെയും അത്തരത്തിലൊരു സാഹചര്യം കണ്ണൂർ ജില്ലയിൽ വ്യാപകമാണ് എന്ന ആക്ഷേപം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ അനീഷ് ജോർജിൻ്റെ മരണത്തെക്കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുവേണ്ടി ശക്തമായ നടപടി സ്വീകരിക്കണം. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം കണ്ടെത്തണം. അതിന് കാരണക്കാരായവർ ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം. തീർച്ചയായിട്ടും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അവർക്ക് ഉചിതമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇത്തരം ആരോപണങ്ങൾ, മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർച്ചയായിട്ടും പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണം.